റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 1 മില്യണിലേറെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച് വർക്ക് ആൻഡ് പെൻഷനേഴ്സ് സെക്രട്ടറി ലിസ് കെന്റാൽ. ലേബർ പാർട്ടിയിൽ എതിർപ്പ് രൂക്ഷമായിരുന്നിട്ടും ബെനിഫിറ്റ് ചെലവുകൾ താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് വളർന്നതോടെയാണ് ലേബർ ഗവൺമെന്റ് നീക്കം പ്രഖ്യാപിച്ചത്. 5 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കാനാണ് ലക്ഷ്യം. പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ഡിസബിലിറ്റി ബെനിഫിറ്റ് നൽകുന്നതിൽ നിബന്ധനകൾ കടുപ്പിക്കാനാണ് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറിയുടെ നീക്കം. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒഴികെ ബെനിഫിറ്റുകൾ നൽകുന്നത് നിർത്തിവെക്കാനാണ് ശ്രമം. ഇതിന്റെ ഫലമായി 2023-30 വർഷത്തോടെ 8 ലക്ഷം മുതൽ 1.2 മില്യൺ ജനങ്ങൾക്ക് വർഷത്തിൽ 6,300 പൗണ്ട് വരെ നഷ്ടമാകുമെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷൻ കണക്കാക്കുന്നു. ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്ക് നൽകിയിരുന്ന ബെനിഫിറ്റുകൾ അപ്പാടെ പിൻവലിക്കുകയാണ്. ഇത് നിലവിലെ 6 ലക്ഷം അപേക്ഷകരെ ബാധിക്കുമെന്നാണ് കരുതുന്നത്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജോലി ചെയ്യാത്തവർ ഇത് അന്വേഷിക്കാൻ കൂടുതൽ സമ്മർദ്ദം നേരിടും. യുവാക്കൾക്ക് അനാരോഗ്യത്തിന്റെ പേരിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് വഴി പ്രതിമാസം 419 പൗണ്ട് കിട്ടുന്നത് നിർത്തലാക്കാനും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് 22 വയസ്സ് തികയുന്നതുവരെ തുടരും. ഇതുവഴി 66,000 പേർക്ക് നൽകുന്ന 330 മില്യൺ പൗണ്ടാണ് ലാഭിക്കുക. PIP അപ്പാടെ നിർത്താനുള്ള നീക്കം ലേബർ ഇടതിന്റെ വിമത നീക്കത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. എന്നാൽ വരും വർഷങ്ങളിൽ ബെനിഫിറ്റ് ബിൽ കുതിച്ചുയരുമ്പോൾ ഈ വെട്ടിക്കുറവ് പര്യാപ്തമല്ലെന്ന് ടോറികൾ പ്രതികരിക്കുന്നു. അനിശ്ചിതത്വവും ആശങ്കകളും നിറഞ്ഞ 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ചരിത്രത്തെ സാക്ഷിയാക്കി ഇന്ത്യൻ വംശജയും നാസയുടെ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസും സഹയാത്രികൻ ബുഷ് വിൽമോറും അടക്കം 4 പേർ സുരക്ഷിതമായി ഭൂമിയിൽ പറന്നിറങ്ങി. 17 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ ഇന്ന് പുലർച്ചെ 3:25 ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സംഘം സഞ്ചരിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഇറങ്ങിയത്. കപ്പൽ തയ്യാറായി കിടപ്പുണ്ടായിരുന്നു. തുടർന്ന് സ്ട്രെച്ചറിൽ സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിൽ നിന്നും പുറത്തിറങ്ങി. നിക് ഹേഗാണ് പേടകത്തിൽ നിന്നും ആദ്യം പുറത്തിറങ്ങിയത്. രണ്ടാമതായി അലക്സാണ്ടർ ഗോർബനോവിനെ പുറത്തിറക്കി. മൂന്നാമതായാണ് സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത്. ബുഷ് വിൽമോർ ആയിരുന്നു 4ാമൻ. കൈവീശി കാണിച്ച് ചിരിച്ചാണ് എല്ലാവരും പേടകത്തിൽ നിന്നും പുറത്തേക്ക് എത്തിയത്. 8 ദിവസത്തെ പരീക്ഷണ യാത്രയ്ക്ക് പുറപ്പെട്ട് 9 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന സുനിത വില്യംസിനും ബുഷ് വിൽമോറിനും ഇതോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയെന്ന നേട്ടവും സുനിതയും വിൽമോറും കൈവരിച്ചിരിക്കുന്നു. വരുന്ന ഏപ്രിൽ 8 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരും. ലേണൽ ഡ്രൈവർമാർ അവർക്ക് നൽകിയ ടെസ്റ്റിംഗ് തീയതി മാറുകയോ റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ 10 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപായി അക്കാര്യം അറിയിക്കണമെന്നാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി നിർദ്ദേശിക്കുന്നത്. നിലവിൽ ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ ഇക്കാര്യം 3 പ്രവൃത്തി ദിനങ്ങൾക്ക് മുൻപ് അറിയിച്ചാൽ മതി. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പ്രവൃത്തി ദിവസങ്ങളായി കണക്കുകൂട്ടും. എന്നാൽ ഞായറാഴ്ചയും പൊതു ഒഴിവു ദിവസങ്ങളും പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കില്ല. കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാവുന്നത്. തിയറി ടെസ്റ്റുകൾക്കും മോട്ടോർ സൈക്കിൾ, ബസ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ടെസ്റ്റുകൾ, സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്നിവയുടെ കാര്യത്തിലും 3 ദിവസം മുൻപ് മാത്രം അറിയിച്ചാൽ മതിയാകും. പലരും ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതി അടുക്കുന്നതോടെയാണ് അത് മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ആ സ്ലോട്ട് മറ്റൊരു വ്യക്തിക്ക് ലഭിക്കും. എന്നാൽ കുറഞ്ഞ കാലയളവിലെ അറിയിപ്പിൽ ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വന്നാൽ പല അപ്പോയിന്റ്മെന്റുകളും പ്രയോജനരഹിതമാകും. ഇത് ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ ദീർഘകാലത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഏതെല്ലാം ആശുപത്രികളിൽ വെച്ച് പ്രസവിക്കുന്നത് ആണ് അപകടകരമായത് എന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റാണ് പ്രസവങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും അപകടകരമെന്ന് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇംഗ്ലണ്ടിലെ മറ്റൊരു മെഡിക്കൽ സ്ഥാപനവും നൽകാത്ത വിധത്തിൽ പുതിയ അമ്മമാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ മുന്നിലാണ് ഈ ട്രസ്റ്റ്. 33 സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കുമുണ്ടായ ഹാനികളിലാണ് ആശുപത്രിയുടെ വീഴ്ചകൾ ഇടയാക്കിയതെന്ന് സ്വതന്ത്ര റിവ്യൂമാർ അഭിപ്രായപ്പെടുന്നു. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് 2ാം സ്ഥാനത്ത്. UK-യിലെ ഏറ്റവും വലിയ മെറ്റേണിറ്റി റിവ്യൂ നേരിടുകയാണ് ഈ ആശുപത്രി. 2006 മുതൽ 2023 വരെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് അന്വേഷണം. 2 വർഷത്തിനിടെ 27 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയ ലണ്ടനിലെ ബാഡ്സ് NHS ട്രസ്റ്റ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയ കുപ്രശസ്തി നേടി. 2022 മുതൽ 2024 വരെ 39.9 മില്യൺ പൗണ്ടാണ് ഈ ട്രസ്റ്റ് നഷ്ടപരിഹാരമായി ഇറക്കിയതെന്ന് നിയമ സ്ഥാപനമായ ബെൻലെറ്റ് ഡൗൺ ശേഖരിച്ച രേഖകളും വ്യക്തമാക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. നിലവിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ, MP അനിൽകുമാർ, IC ബാലകൃഷ്ണൻ, KK ശൈലജ, എൽദോസ് P. കുന്നപ്പിള്ളി എന്നിവർക്ക് മന്ത്രി മറുപടി നൽകി. 2024-2025 ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ 2024 ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ച് വിതരണം നടത്തിവരുന്നു. പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ 2024-25 കുടിശ്ശിക സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം
ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം പ്രസ്താവിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ മാസത്തിലും 2025 ജനുവരി മാസത്തിലും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചതിനൊപ്പം ഓരോ ഗഡു കുടിശ്ശികയും അനുവദിച്ച് വിതരണം നടത്തി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് നിയമസഭ അവധി അനുവദിച്ചു. മാർച്ച് 25 വരെ ശിവൻകുട്ടിക്ക് അവധി അനുവദിച്ചെന്ന് സ്പീക്കർ നിയമസഭയെ അറിയിച്ചു. വി ശിവൻകുട്ടിയുടെ പൊതുവിദ്യാഭ്യാസം, തൊഴിൽ വകുപ്പുകൾ അടക്കമുള്ളവയുടെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് ചൊവ്വാഴ്ച സഭയിൽ നടന്നത്. ശിവൻകുട്ടിക്ക് വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് മറുപടി പറഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മന്ത്രി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിക്കെതിരെ ഉമ്മ ഷെമീനയുടെ മൊഴി. മകൻ അഫാന്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്കേറ്റതെന്ന് ഷെമീനയുടെ മൊഴി പുറത്ത്. ഇതാദ്യമായാണ് ഷെമീന മകനെതിരെ മൊഴി നൽകുന്നത്. കട്ടിൽ നിന്നും വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു ഇതുവരെ ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഭർത്താവിനോടും ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്നാൽ കിളിമാനൂർ SHOയ്ക്ക് നൽകിയ മൊഴിയിലാണ് ഷെമീന മകൻ അഫാൻ തന്നെ ആക്രമിച്ചെന്ന വിവരം വെളിപ്പെടുത്തിയത്. തനിക്ക് 35 ലക്ഷത്തിന്റെ കടമുണ്ടെന്നാണ് ഷെമീനയുടെ മൊഴി. ഇക്കാര്യം ഭർത്താവിന് അറിയില്ലെന്നും ഷെമീന പറഞ്ഞു. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് സഹിക്കാനാകാതെയാണ് അഫാൻ ക്രൂരത കാട്ടിയതെന്നും ഷെമീന വെളിപ്പെടുത്തി. തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ നിന്നും തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം തന്റെ കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയടിച്ചു എന്ന് ഷെമീന പോലീസിനോട് പറഞ്ഞു. ഇതോടെ ബോധം നഷ്ടമായി. പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചുവെന്നും ഷെമീന പറഞ്ഞു. സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കെതിരായ സർക്കാരിന്റെ കടുത്ത നടപടികളിൽ ഇടതുപക്ഷത്തും പ്രതിഷേധം ശക്തം. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരോട് കൂടുതൽ മൃദു സമീപനം കാട്ടണമെന്നതാണ് CPI നിലപാട്. എന്നാൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നീളുന്ന സമരങ്ങളോട് മുഖം തിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനവും. അതിനിടെ ആശാവർക്കർമാരുമായി ചർച്ച വേണമെന്ന ആവശ്യം CPM-ൽ സജീവമാകുന്നുണ്ട്. SUCIയെ ഒഴിവാക്കി CITUവും INTCയും അടക്കമുള്ള സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയേക്കും. ആശാസമരം ശക്തമാകുന്നതിനിടെയാണ് അംഗൻവാടിക്കാരും സമരത്തിന് എത്തിയത്. സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റു നടപടികളും സ്വീകരിക്കും. ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ 17 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിവരികയാണ്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗൻവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ന് ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ഇന്റർനാഷണൽ സൗഹൃദ മത്സരത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ നേരിടും. മേഘാലയയിൽ ബ്ലൂ ടൈഗേഴ്സിന്റെ ആദ്യ മത്സരമാണിത്. മാർച്ച് 25-ന് ബംഗ്ലാദേശിനെതിരായ AFC ഏഷ്യൻ കപ്പ് 2027 യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായി മുഖ്യ പരിശീലകൻ മനോല മാർക്കോസിന്റെ ടീമിന് ഈ മത്സരം നിർണായകമായ ഒരു സന്നാഹ മത്സരമാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് മടങ്ങിവരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി തന്റെ 152ാമത്തെ മത്സരം ഇന്ന് കുറച്ച് മിനിറ്റ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോക റാങ്കിങ്ങിൽ 162ാം സ്ഥാനത്ത് മാലിദ്വീപ് ഫിലിപ്പീൻസിനെതിരായ സ്വന്തം ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനും തയ്യാറെടുക്കുകയാണ്. അവരുടെ ഹെഡ് കോച്ച് അലി സുസൈൻ തന്റെ ടീമിലും മാലിദ്വീപ് ഫുട്ബോളിനുള്ള മത്സരത്തിന്റെ പ്രാധാന്യത്തിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 112.35 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.